ഒരു അമ്മയെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ആ അമ്മയോടൊപ്പം ഒരു മകനുമുണ്ട്. ആ മകൻ ടൊവിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളതാണ് ഗപ്പിയിൽ. മലയാള സിനിമയിലെ തന്നെ അമ്മയും മകനുമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ വീഡിയോ വൈറലായി പോകുന്നുണ്ടെങ്കിലും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതും മലയാളി ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ വന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര നിസ്സഹായരാണ്, നമ്മളൊക്കെ എത്ര നിസ്സാരക്കാരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ അമ്മയും മകനെയാണ് ഇപ്പോൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. കോമഡി ഉത്സവത്തിൻ്റെ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നമുക്ക് സേതുലക്ഷ്മി അമ്മയും മകൻ കിഷോറിനെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യും. മലയാളത്തില് നാടകത്തിൽ നിന്ന് മലയാള സിനിമയിലേക്ക് എത്തി. ആ 2 സംസ്ഥാന അവാർഡുകാരാണ് നിൽക്കുന്നത് രണ്ടുപേരും. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാല്ലേ, ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രവും ഒരു നിമിഷം കൊണ്ട് നമ്മളെ കരയിക്കാൻ പറ്റുന്ന ഒരുപാട് ഡയലോഗുകൾ മനസ്സിലേക്ക് ഇട്ട് തന്നിട്ടുള്ള നടിയാണ് ഈ നിൽക്കുന്നത്. ആ നടി വന്ന് ജീവിതത്തിലൊരു വിഷമം പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര വിഷമമായി. അമ്മ കിഷോറിൻ്റെ കാര്യത്തിൽ ഇപ്പം എന്തായിരുന്നു? അപ്പോൾ എല്ലായിടത്തു നിന്നും ഒരുപാട് പേരുടെ സഹായം എത്തി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് സഹായം എല്ലാത്തിനും ആയില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇനിയും തരാമെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സഹായം കേട്ടു. നമ്മുടെ ഫിലിം ഫ്രറ്റേണിറ്റിയിൽ നിന്ന് തന്നെ ഒരാള് പെട്ടെന്ന് അതിനുവേണ്ടി തയ്യാറെടുക്കുക. എൻ്റെ കൂടപ്പുറപ്പല്ലേ അവിടെ വന്ന് നിന്നത് പറയുന്നത് എന്ന് പറഞ്ഞ് ആ കൂടപ്പുറപ്പിന് വേണ്ടിയിട്ട് അതിൽ തയ്യാറാവുക എന്ന് പറയുന്നത് തീർച്ചയായും മലയാള സിനിമയുടെ തന്നെ ഒരു നന്മയായിട്ട് കണക്കാക്കണം. കിഷോറിന് കിഡ്നി 2ഉം ഡാമേജ്ഡ് ആണ്. അപ്പോൾ ആ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് മലയാളത്തിൽ ചേച്ചിയായും അമ്മയായും ഒരുപാട് രസകരമായ കഥാപാത്രങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു ചേച്ചിയാണ് ഇതാ ഇവിടെ എത്തിയിട്ടുള്ളത്. അത് എപ്പോഴാണ് അങ്ങനെ ഒരു മൊമെന്റ് തോന്നാൻ കാര്യം എന്താ? ചേച്ചിയായിട്ട് എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുണ്ട്. ഞാൻ നാടകത്തിൽ നിന്നാണല്ലോ സിനിമയിൽ വരുന്നത്. ചേച്ചിയുടെ മോളൊക്കെ എന്നോടൊപ്പം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ എനിക്ക് ചേച്ചിയെ അറിയാം. ആ ചേച്ചി വൈകി സിനിമയിൽ വരാൻ. പിള്ളേ ചേച്ചിക്ക് സിനിമ കെട്ടിത്തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് കാണും, സന്തോഷം, എപ്പോൾ എന്നെ കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള ചേച്ചി എന്നാ കുട്ടിയുടെ സുഖമില്ലാതെ എനിക്കറിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റു, വാട്സപ്പ് നമ്മൾ പതിവ് എല്ലാവരും ചെയ്യുന്ന പോലെ വാട്സപ്പൊക്കെ ഓണാക്കി നോക്കിയപ്പോൾ ചേച്ചിയെ ഒരു വീഡിയോ കിടക്കുന്നു. അപ്പം ഞാൻ വെറുതെ ഒന്ന് ചേച്ചിയാണല്ലോ ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ചേച്ചി തൊഴും കൈയോടെ നിന്ന് സങ്കടപ്പെടുന്ന കണ്ടു. അപ്പോൾ ആ ഒരു ഫീലിങ്ങിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ കിഡ്നി തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ തരാമെന്ന് പറഞ്ഞു. എനിക്കതിൻ്റെ വരുംപരായികളൊന്നും അറിയില്ല. ഞാനിത് ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടോ ഒന്നും അല്ല കേട്ടോ. എനിക്കത് ഇഷ്ടമില്ലാത്ത എന്നെ ഒത്തിരി പേര് വിളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, അതിനോട് ഞാൻ എതിർപ്പാണ്. കാരണം ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞതാ. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി നോക്ക്, എനിക്ക് ഇച്ചിരി അസുഖമൊക്കെ ഉണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ ചേച്ചി ഡോക്ടറോട് ചോദിച്ചിട്ട് എന്നെ വിളിച്ചോ, ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് പറ്റുന്നതല്ല, എനിക്ക് 2 ഉണ്ടല്ലോ, 1 ചേച്ചിക്ക് കൊടുക്കാം എന്നാ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ. അതിന് ഇത്രമാത്രം ഞാൻ സ്റ്റക്കായി നിൽക്കുക മൊത്തം. ഇപ്പം എല്ലാവരും എന്നെ വിളിച്ച് എല്ലാവരും ഞാൻ എന്തോ വലിയ മഹാകാരി, ഇതൊന്നും ഒരു മഹാകാരിയായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു മഹാകാരി അല്ല ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആയിരിക്കാം, പക്ഷെ എനിക്ക് ചേച്ചിയോട് അങ്ങനെ എനിക്ക് പറയാൻ തോന്നി. അങ്ങനെ പറയാൻ തോന്നിച്ച മനസ്സിനാണ് തീർച്ചയായും കോമഡി ഉത്സവത്തിന്റെ നമുക്ക് വളരെ കോയിൻസിഡൻഷ്യലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മാന്റെ പേരെന്ന് പറയുന്ന സിനിമയുടെ ഇതിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ആ സമയത്താണ് ഒരമ്മയും മകനും ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവം ഇവിടെ കോയിൻസിഡൻഷ്യലായിട്ട് അതേ ടൈമിൽ വരുന്നു. അതാണ് അടുത്ത ഒരമ്മ അതിനുവേണ്ടി തയ്യാറാവുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കിഷോറിന് ഇനി അഭിനയിക്കണം, സേതുലക്ഷ്മി അമ്മ ഇനിയും അഭിനയിക്കണം, എല്ലാവരും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതിന് എൻ്റെ മോനെ അഭിനയിച്ചു തുടങ്ങിയാൽ എനിക്ക് നിർത്തണം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. അയ്യോ ചേച്ചി നിർത്തരുത്, ചേച്ചി ഗംഭീരമാണ്. അല്ല, ചേച്ചി മരണം വരെ അഭിനയിക്കും തീർച്ചയായും. വേണ്ടത് അല്ല, ഈ അഭിനയം തുടരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ
പൊന്നമ്മ ചേച്ചി ചെയ്തതുപോലുള്ള മനസ്സുകൾ വേണമെന്നുള്ളത് മാത്രം പോരാ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സഹായം ആവശ്യമായിട്ടുണ്ട്. ആ സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വരിക എന്നുള്ളത് എവർക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. അല്ലേ ഡോവി? ഞാൻ എന്തായാലും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇത് അറിഞ്ഞപ്പോൾ തന്നെ ശ്രീലക്ഷ്മി ചേച്ചിനെ ഞാൻ എൻ്റെ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നു. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ എന്തായാലും ചെയ്യും. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർ? എൻ്റെ കൂടെ ഓരോരുത്തരും ഇങ്ങനെ എപ്പോഴും, എനിക്ക് കുറേ മക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ സ്നേഹിക്കുന്നവർ. അവരൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും, കിഷോരേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറയും കുഴപ്പമില്ല, ഡയൽസൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. അതിനൊക്കെ തികയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, എനിക്ക് പടമുണ്ട്, സീരിയലുണ്ട്. അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യാനും വീട്ടുകാര്യങ്ങൾ നോക്കാനും വാടക കൊടുക്കാനും അവൻ്റെ എല്ലാ കാര്യങ്ങളും മക്കളുടെ എല്ലാത്തിനും എനിക്ക് നല്ലതുപോലെ തികയുമായിരുന്നു. അപ്പോഴിപ്പോൾ ഈയിടെയായിട്ട് പറഞ്ഞ് കിഡ്നി മാറ്റി വയ്ക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ മാറ്റി വയ്ക്കാം, പക്ഷേ മാറ്റി വയ്ക്കുന്നതിന് ഇത്രയും വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഇവൻ പറഞ്ഞു മമ്മി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച കണക്കൊന്നും നടക്കത്തില്ല, അത് വലിയ ഇതുണ്ട്. ഞാൻ പറഞ്ഞു എത്ര വരും? അപ്പോൾ ആലോചിച്ചപ്പം ഒരു തുക പറഞ്ഞ്. അപ്പോൾ ഈ ഫേസ്ബുക്കിലിട്ട പയ്യൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ്. കാല് വയ്യാത്തൊരു പയ്യനാണ്, വീൽ ചെയറിലാണ് പോണത്. വന്നിട്ട് എൻ്റെ ഒരു സീരിയൽ നടക്കുന്ന സ്ഥലത്ത് വണ്ടിയും കൊണ്ടുവന്നിട്ട് എന്നെ അവിടെ നിർത്തി ഇത് പറയിപ്പിച്ച് അപ്പം തന്നെ ഇങ്ങനെ ആളുകൾ ഇതെടുത്ത് തുടങ്ങി, എന്നെ വിളിച്ചു തുടങ്ങി. എനിക്ക് നല്ല ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് അതൊന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. കലാലോകത്ത് പൊന്നമ്മ മാത്രമേ എന്നെ വിളിച്ച് ഇത് പറഞ്ഞുള്ളൂ. അതല്ലാതെ നാടക ലോകത്തൊന്നും ഒറ്റ മനുഷ്യർ എന്നെ വിളിച്ചിട്ടില്ല. കുറ്റപ്പെടുത്താൻ ആളുണ്ടായി, അതെനിക്ക് സങ്കടമുണ്ട്. ഒരു വലിയ ഞാൻ സ്നേഹിക്കുന്ന ഒരു നടൻ ചോദിച്ചാൽ ഇവർക്ക് എന്ത് കാര്യം, നാണമില്ല ഇങ്ങനെ ഇടാനൊന്ന്. എനിക്ക് നാണം കൊണ്ടോ ഒരു പൈസ സമ്പാദിക്കാനോ അല്ല. മിഥുൻ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ്, മിഥുനിൻ്റെ അടുത്ത് മിഥുൻ ഇങ്ങനെ പറയിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്, ജനങ്ങളോട് ഞാൻ പറഞ്ഞത് എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഇനിയും വായിച്ചാൽ മനസ്സിലാവും. എനിക്ക് എൻ്റെ മോൻ്റെ കിഡ്നി മാറ്റി വെക്കണം, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്താണെന്ന് ചെന്ന് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്, നിങ്ങളത് ചെയ്തു തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് പൈസ എൻ്റെ ബാങ്കിൽ ഇട്ട് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബാങ്കിലെ അക്കൗണ്ട് നമ്പറും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെയാണ് ആളുകൾ വിളിച്ച് പറയുന്നത് നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ എന്ത് ചെയ്യും, ബാങ്കിൻ്റെ ഇത് കൊടുക്കുമോ, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ മിഥുനെ വിളിച്ച് പറഞ്ഞു മിഥുൻ അങ്ങനെയുണ്ടോ? അത് ശരി നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മിഥുൻ ആ അക്കൗണ്ട് നമ്പർ കൊടുത്ത് അങ്ങനെ വരുന്നത്. അപ്പോഴാണ് പൊന്നമ്മ ബാബു വിളിച്ചപ്പോൾ ചേച്ചി ഞാൻ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്, എനിക്കതാ സഹിക്കാൻ വയ്യാത്തത്. ചേച്ചി ഞാൻ എന്തുവാ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കിഷോറിന് എന്ത് കുട്ടനെന്നാണ് വിളിക്കുന്നത്, കുട്ടൻ എന്താ ചെയ്ത്? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നമ്മ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ചേച്ചി എൻ്റെ കിഡ്നി മതിയോ? പൊന്നമ്മയ്ക്ക് അത്ര വലിയ വിവരം ഉണ്ടെന്ന് പൊന്നമ്മ പറഞ്ഞാലും ഞാൻ വിവരം ഇല്ലെന്ന് പറയും, അത് പൊട്ടിപ്പെണ്ണ. ചേച്ചി എൻ്റെ അത്രേ ഉള്ളൂ പൊന്നമ്മ അതേ ഉള്ളൂ. കേട്ടുടനെ ചേച്ചി എൻ്റെ കിഡ്നി തരട്ടെ? ഞാൻ പറഞ്ഞു താ എന്ന് പറഞ്ഞു. ഇച്ചിരി ഷുഗർ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്, ഡോക്ടറോട് ചോദിക്കൂ. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു ഷുഗറിൻ്റെ ആരംഭം ഉണ്ടെങ്കിലും അത് ഷുഗർ പാടില്ല, ശുദ്ധമായ കിഡ്നി ആയിരിക്കണം, ഇത്ര തന്നെ പറഞ്ഞത്. പിന്നെ അപ്പോഴും ഞാൻ വിചാരിക്കും ശരിയാവുമായിരിക്കാം കേട്ടോ. അപ്പോൾ ഒരു പയ്യൻ വന്നു പരിശോധിച്ച് ഇപ്പോഴുള്ള പരിശോധന ശരിയാണ്. ഇനി ബാക്കി പരിശോധന എന്തായിരുന്നു അവനറിയാം. ഇനിയിപ്പം അമൃതയിൽ കൊണ്ടുപോകണം, വേറെ എന്തൊക്കെ പല ടെസ്റ്റാണ്. അതും കൂടെ ശരിയായാൽ ഡോക്ടർ ബാക്കിയെല്ലാം റെഡിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഈ പരിശോധന വേണം ശരിയാവാൻ. എന്നിട്ട് ഡോക്ടർ ബാക്കിയെല്ലാം നോക്കിയിട്ട് കിഡ്നി മാറ്റി വയ്ക്കാനുള്ള ഡേറ്റ് തരും. അപ്പോൾ കുറേ പേര് പറഞ്ഞു നിങ്ങൾ ഡേറ്റ് അറിഞ്ഞാൽ ഉടൻ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ്. ഇങ്ങനത്തെ ജനങ്ങളാണല്ലോ, എന്തിനാ ഈ കിഡ്നി ഇവർ ഇങ്ങനെ അഭ്യർത്ഥനയ്ക്ക് പോയത്, നാണമില്ലേ ഇവർക്ക്? നീ എന്തിനാ ഈ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞത്, അവർക്ക് പടവില്ലേ? ഇങ്ങനെയൊക്കെ പറയുന്ന ലോകമുണ്ട്. ഈ യേശുക്രിസ്തുവിനെ കുരിശി തറച്ചാ കൊന്നത്, അതിനേക്കാളും വലുതൊന്നും ഇല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഞാനിവിടെ എൻ്റെ മോൻ്റെ ജീവന് വേണ്ടി അവൻ അഭിനയിക്കണം, മക്കൾക്ക് 20 വയസ്സാവുന്നവരെ ജീവിക്കണം, ഡോക്ടർ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അമ്മ ഇതൊന്നും ആലോചിക്കണ്ട. ഈ പറയണത് ഒരു മാക്സിമം പോയി ഒരു 10% അല്ലെങ്കിൽ 2% ആൾക്കാർ പറയാമോ, ബാക്കി 98% അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ആ പറഞ്ഞ ആൾക്കാരോട് പോകാം. നമുക്കേ ഇത് ഇങ്ങനെയല്ലല്ലോ തീർക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയും മകനും ആ സ്റ്റേജ് എന്ന് പറഞ്ഞാല് നിറഞ്ഞാടുന്ന ആൾക്കാരാണ്. ഇവരുടെ ഒരുമിച്ച് അഭിനയിച്ച ഒരു വീഡിയോ കാണാം നമുക്ക്. തീർച്ചയായും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം.
അമ്മയുടെ നായര്. ഈ കാവന് കാലനും വേണ്ടല്ലോ. നീ ഒരുങ്ങി കാലം നിന്നെ സംബന്ധാലേക്കാൻ വരും. തന്തമാരായാലും ഒരു അന്തസ് വേണം. നിന്റെ ഉച്ച കണ്ടപ്പോഴേ എന്റെ അച്ഛൻ മരിച്ചു. പിന്നെ ഞാൻ എന്തോ നിന്നെ അന്തസ് കാണിക്കണം? രണ്ടാമത് അച്ഛൻ കെട്ടാൻ പോയിട്ട് എന്തായി? എടി തന്തയ്ക്ക് പറക്കാത്തവളെ, പാപ്പാന്റെ കൊണ്ടാട്ടി സംസാരിച്ച് നിൽക്കാതെ വന്ന എന്റെ കാലൊന്ന് പിടിച്ച് അടുപ്പിച്ച് വെക്കണേ. കാക്കാരിശിക്കാരന്റെ കാര്യം കുറെ നേരം അങ്ങനെ നിൽക്കട്ടെ. കരിശുക്കാരന്റെ കാലുകളിൽ ഒരെണ്ണം കായലിന്റെ അക്കരയും ഒരെണ്ണം കായലിന്റെ ഇക്കരയും നിൽക്കണോടി. എടി സംസാരിച്ചിക്കാതെ വന്ന് പിടിച്ച് അടുപ്പിക്കടി, അല്ലെങ്കിൽ ഈ വണ്ടി ഇപ്പൊ മറിയടി. എടി വാടി പിടിയടി പിടിയടി. ഇത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ അമ്മയും മകനും ചേർന്ന് വേദിയിൽ നിറഞ്ഞാടിയിട്ടുണ്ട്. ഇതിനിയും തുടരണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് വിചാരിച്ചാലേ നടക്കുള്ളൂ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ അമ്മയും മകനും ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളുമായി വേദിയിലും വെള്ളിത്തിരയിലും ഉണ്ടാവും. അതിന് കോമഡി ഉത്സവം പ്രേക്ഷകരെ ഏൽപ്പിക്കുകയാണ് ഇവരെ രണ്ടുപേരും.